കുറച്ച് ന്യൂ ഇയർ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്കറിയാവുന്നതുപോലെ ന്യൂ ഇയർ രാത്രിയാണ് വരാൻ പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ ആഘോഷങ്ങളാണ്. അതിപ്പോൾ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോവളത്തും ശംഖുമുഖത്തുമൊക്കെ വലിയ ആഘോഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലേക്ക് പോയാൽ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കോഴിക്കോട് ബീച്ചിൽ, അതോടൊപ്പം തന്നെ കണ്ണൂർ ബീച്ചിൽ, ഇവിടെയൊക്കെ വളരെ വിപുലമായ ആഘോഷമാണ്. എന്തായാലും നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ജിജീഷ്, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ന്യൂ ഇയർ ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കൊച്ചി, ഫോർട്ട് കൊച്ചി. ജിജീഷ് നിൽക്കുന്ന സ്ഥലത്ത് പുറകിൽ വൈകിട്ട് കത്തിക്കാനുള്ള പാമാഞ്ചിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? പറയും. ഗൗതം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ, പുതുവത്സരാഘോഷങ്ങളുടെ നിറവിൽ ലഹരിയിലാകുന്ന ഒരു കേന്ദ്രമെന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയാണ്. നിരവധി പുതുവത്സര ആഘോഷങ്ങൾ പല ഭാഗങ്ങളിലായി സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും ഉള്ള പുതുവത്സരാഘോഷങ്ങൾ അർദ്ധരാത്രി 12 മണിക്ക് പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് പപ്പാഞ്ഞിയെ കത്തിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. എന്നാൽ ഇത്തവണ ഏറെ വ്യത്യാസം എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നു, എരിഞ്ഞവരുന്നു. കഴിഞ്ഞ കാലത്തിൻ്റെ എല്ലാ ഓർമ്മകളെയും മാറ്റിക്കൊണ്ട് പുതിയ നല്ല കാലത്തെ പ്രതീക്ഷയോടെ വരവേറ്റുകൊണ്ടുള്ള പപ്പാഞ്ഞിമാരെ കത്തിക്കുന്നത് 2 സ്ഥലങ്ങളിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെളി മൈതാനത്താണ്. ഇവിടെ ഒരു കൂറ്റൻ പപ്പാഞ്ഞി, 55 അടി ഉയരമുള്ള പപ്പാഞ്ഞിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഗലാഡി ഫോർട്ട് കൊച്ചി എന്ന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ്. അതേ സമയത്ത് തന്നെ കാലങ്ങളായി നടക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. അവിടെയും 50 അടി ഉയരത്തിലുള്ള പപ്പാഞ്ഞിയെ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്നുള്ള ആഘോഷങ്ങൾ പലതും മാറ്റിവെച്ചപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ ആഘോഷങ്ങൾ നടന്നിരുന്നില്ല. അവിടെ പപ്പാഞ്ഞി കത്തിക്കൽ അടക്കമുള്ള ചടങ്ങുകൾ നടന്നിരുന്നില്ല. എന്നാൽ വലിയ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ഇത്തവണ 2 സ്ഥലങ്ങളിലായി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ പോലീസ് 2ഇടത്തും പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് അനുവാദം നൽകിയില്ല. ഒരിടത്ത് മാത്രമാണ് അനുവാദം നൽകിയിരുന്നത് എങ്കിൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി 2ഇടത്തും പപ്പാഞ്ഞിയെ കത്തിക്കാനും ആളുകൾ ഒത്തുചേരാനും ആഘോഷങ്ങൾ നടത്താനും എല്ലാമുള്ള അനുമതി ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ സിറ്റി പോലീസും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗത്തും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേരും. ഓരോ 5 മണിക്ക് ശേഷം തന്നെ ആളുകളുടെ വലിയ ഒരു ഒഴുക്കായിരിക്കും ഫോർട്ട് കൊച്ചിയിലേക്ക്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഫോർട്ട് കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. വെളി ഗ്രൗണ്ടിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കൂറ്റൻ പപ്പാഞ്ഞിയാണ്. ഇരിക്കുന്ന രൂപത്തിൽ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പപ്പാഞ്ഞിയെ ഒരുക്കിയിരിക്കുന്നത്. 4 മണിക്ക് ശേഷമാണ് വലിയ ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അതിനുശേഷവും പൂർണ്ണമായും വാഹനങ്ങളെല്ലാം ഇതുവഴി കടത്തിവിടുകയാണെങ്കിൽ ഗതാഗത കുരുക്കിലാകും. നടന്ന് വരാനുള്ള ആളുകൾക്ക് പോലും വരാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു തിരക്കാകും. സാധാരണ നിലയിൽ പരേഡ് ഗ്രൗണ്ടിൽ മാത്രമാണ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ പോലും വലിയ ജനസഞ്ചയമാണ്. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു തവണ ആ തിരക്ക് കൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവിച്ചുകൊണ്ട് പലരും വീഴുന്ന ഒരു സ്ഥിതിവിശേഷമെല്ലാം ഉണ്ടായി. അതുകൊണ്ട് തന്നെ 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് 13ഓളം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടുള്ള വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ വളരെ പ്രധാനപ്പെട്ട ന്യൂ ഇയർ ആഘോഷം നടക്കുന്ന സ്ഥലമാണ്. കാരണം സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ ന്യൂ ഇയർ രാത്രി എന്ന് പറയുന്നത് ഈ കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകളുടെ ഒരു അഴിഞ്ഞാട്ടം നടക്കുന്ന രാത്രി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസും വളരെ വിജിലൻ്റായിട്ട് തന്നെയാണ് ഈ രാത്രിയിൽ നിൽക്കുന്നത്. കാരണം പല ന്യൂ ഇയർ രാത്രികളിലും വലിയ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസും ജില്ലാ ഭരണകൂടവും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്.